ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ലീവുള്ളൊരു ഡേ ആട്ടോ. രാവിലെ തന്നെ പറഞ്ഞു വേഗം റെഡിയായാൽ നമുക്ക് പുറത്ത് പോകാമെന്ന്. അത് കേട്ട് ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വേഗം റെഡിയായിട്ട് ഞങ്ങൾ താഴെ എത്തി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. കുവൈറ്റിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ട് അബൌട്ടാണ്. ഇവിടെ ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ആട്ടോ. ഇതിൽ കൂടെ പോകുമ്പോഴത്തേക്കും നാട്ടിൽ തന്നെ ഒരു ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് തലവേദന ഒടുങ്ങും. അപ്പോൾ ഇവിടുത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഇന്ന് പോകാൻ പ്ലാൻ ചെയ്തത് അവന്യൂസിലാണ്. അപ്പം ഐക്കയിലും കൂടെ ഒന്ന് കയറണം എന്ന് വിചാരിച്ചിട്ടാണ് അവന്യൂസ് ആക്കിയത്. അവന്യൂസ് നമ്മുടെ കുവൈറ്റിലെ ഏറ്റവും വലിയ മാളാണ്. ഭയങ്കര ഭംഗിയാന്നൊക്കെ പറഞ്ഞത്. ഒറ്റ ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. എന്നാലും രാവിലെ പോയതല്ലേ, എന്തെങ്കിലുമൊക്കെ കണ്ടു തീർക്കാമല്ലോ. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, അടിപൊളി. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഏതോ ഒരു സ്ഥലത്തൊക്കെ വന്ന പോലൊരു ഫീലിങ്. ഇത്രയും നാളും ഈ 4 ചുവരുകളും കുറച്ച് പുറത്തുള്ള കാഴ്ചകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും അടിപൊളിയായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമായിട്ട് ഇവിടെ വന്നിട്ട് കാണുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കഫേസിലും ഹോട്ടൽസിലും ഇതേപോലെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറേ നേരം ഞങ്ങളവിടെ നോക്കി നിന്നിട്ടോ. കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതെങ്ങനെ പറയണ്ടേന്നറിയില്ല. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഐസ്ക്രീംസും പിന്നെ പെർഫ്യൂംസ്, കോസ്മെറ്റിക്സ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ബിസ്ക്കറ്റ്സൊക്കെ ഉണ്ട്, കുക്കീസ്, കേക്ക്സിൻ്റെ ചെറിയ ചെറിയ ഷോപ്സ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ബ്രാൻഡ്സും, ഒട്ടുമിക്ക ബ്രാൻഡ്സും ഉണ്ട് കേട്ടോ. പിന്നെ കോഫി ഷോപ്സൊക്കെ നല്ല ഭംഗിയുണ്ട്. എന്താ പറയണ്ട, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓരോ ഷോപ്സും നല്ല ആംബിയൻസ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് വേറെ ഏതോ ഒരു സ്ഥലത്തൊക്കെ പോയൊരു ഫീലിംഗ് ആട്ടോ. അങ്ങനെ പിന്നെ ദേ എൻ്റെ അനിയൻ്റെ പേര് കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചതാണ് അവനക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ദേ ഇവിടുത്തെ ലിഫ്റ്റ് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഭംഗിയിൽ കാണാനായിട്ട് കുറച്ച് നേരം ഞങ്ങളിങ്ങനെ നോക്കി നിന്നിട്ടോ. ഓപ്പൺ ലിഫ്റ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്കാക്ക കുറേ നാളായി പറയണ സ്റ്റാർബക്സ് എന്ന്. അപ്പം ഞങ്ങൾ ഏറ്റുപിടിച്ച്. അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾക്ക് കൊണ്ടുപോയി. എന്താ മേടിച്ചതെന്നൊന്നും എനിക്ക് പേരറിയില്ല കേട്ടോ. 2 ഐറ്റം മേടിച്ച് അതൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ നടന്നപ്പോഴത്തേക്കും നമ്മുടെ GCC കൺട്രീസിലെ എല്ലാ ഫ്ലാഗ്സും ഇവിടെ ഉണ്ട്. അങ്ങനെ അത് ഓരോന്നും നടന്ന് കണ്ടു കഴിഞ്ഞ് പതുക്കെ നടന്നപ്പോഴത്തേക്കും ഈ ഒരു കഫേ എത്തിയിട്ട്. ഇത് കഫേ കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ലൈറ്റിൻ്റെയും പോട്ടിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ പിന്നെയാണ് അടുത്ത് വന്നപ്പോഴാണ് ഇതൊരു കഫേ എന്ന് മനസ്സിലായത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കാലിഫോറിലോട്ട് കയറി. അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതെ, നമ്മുടെ വൈറലായിട്ടുള്ള ഐസ്ക്രീം ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ മാംഗോ മാത്രം ഇത്രയും നാളും കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ദേ അതിൻ്റെ ലെമണും പീച്ചും കൂടെ കണ്ടു. വാങ്ങിയൊന്നുമില്ല കേട്ടോ, വെറുതെ അത് പിടിച്ച് ഷോ കാണിച്ചതാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളിത് ഒരു ചീസ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് നമ്മുടെ സാധാ വാനില സ്പഞ്ചില്ലേ, അതിൻ്റെ ഒരു ടെക്സ്ചറായിരുന്നു. ടേസ്റ്റ് നോക്കാമെന്നും പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കി. ടേസ്റ്റിലും ഒരു ചീസി ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. അപ്പോൾ നമ്മുടെ നാടൻ കടികളൊക്കെ അതെ ഇങ്ങനെ പൊരിച്ച് ചില്ലും കൂട്ടിലിട്ട് വെച്ചേക്കണേ. ടൈം വൈകിയത് കാരണം ചിലപ്പോൾ ഗ്യാസ് കയറിയാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ വാങ്ങാതിരുന്നതും. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി, ഒരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്ത് അത് വന്ന് അതൊക്കെ കഴിച്ച്. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലല്ലോ. ഇവിടുന്ന് എനിക്ക് കഴിച്ചിട്ട് അത്രയും ഇതൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷോപ്പിൽ കയറി. അവിടെ സെയിൽ അടക്കമുണ്ട് കേട്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക ഷോപ്പുകളിൽ ഇവിടെ സെയിൽ അടക്കമുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കി. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മേടിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതേ ഈ ലിപ്ടൻ്റെ ഒരു ഐസ് ടീ അത് കുടിച്ച് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് അത് കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു റീഫ്രഷിങ് ആയിരുന്നു. അത് കുടിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബാർബിക്കാൻ അത് തുറന്നപ്പോൾ തന്നെ അതിൻ്റെ ഗ്യാസ് എൻ്റെ ഫേസിലോട്ടാട്ടോ അടിച്ചത്. അത് ആരൊക്കെ കണ്ടിട്ടുണ്ട്.
അതും എനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ അത് ഈ ഒരു ന്യൂ ബാർ മേടിച്ചു കേട്ടോ. ഇത് ആൽമണ്ടിൻ്റെ ഫ്ലേവറാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ചെറിയ ചെറിയ പീസ് ആൽമണ്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് കുവൈറ്റിലാണ്, കടൽപ്പാലത്തിലോട്ടാട്ടോ. അപ്പുറവും ഇപ്പുറം രണ്ട് സൈഡും കടലാണ്, നടുക്ക് കൂടി ഇങ്ങനെ കുറേ ദൂരം അങ്ങ് പോകാനുണ്ട്. ഫസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി. പിന്നെ ലൈറ്റിംഗ് ഒക്കെ പോയപ്പോഴത്തേക്കും എത്ര ദൂരമാണ്, എത്തണില്ലേ എന്നായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയി കഴിയുമ്പോൾ ഡെസേർട്ട് ഏരിയ കേട്ടോ, അവിടെ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു കഴിഞ്ഞ് ഇതിൻ്റെ പാലത്തിൻ്റെ ഓരോ സൈഡിലായിട്ടും ഓരോ ഐലൻഡ്സ് ഉണ്ട്. അങ്ങനെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് നൈറ്റ് ഫുഡ് കഴിക്കാമല്ലോ എന്നും പറഞ്ഞ് പിന്നെയും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ദേ അവിടെ പുറത്ത് നമ്മുടെ മിക്കിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊച്ചു പോയിട്ട് ദേ മിക്കിയുടെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. നമുക്കപ്പോൾ ഇവർ ഒരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് കോംപ്ലിമെൻ്ററി ആണേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ബ്ലൂ ലൈമൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടർ വന്നിട്ടോ, ചിക്കൻ ലോലിപോപ്പും ചിക്കൻ പക്കവടയായിരുന്നു. ഇത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ പക്കവട എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി കേട്ടോ. അങ്ങനെ പിന്നെ പൊറോട്ടയും ബട്ടർ ചിക്കനും മാനിറച്ചിയും ബീഫും അങ്ങനെയൊക്കെ വാങ്ങിച്ചു. ഞാൻ ബീഫും മാനൊന്നും കഴിച്ചില്ല, ചിക്കൻ മാത്രം കഴിച്ചോളൂ. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒരു ഗ്രേപ്പ് ജ്യൂസും കൂടെ കുടിച്ചിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഇത് അവസാനിപ്പിച്ചു.